ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ ഞാനിവിടെ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ് നന്നായി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. തൈര്, തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്. നമുക്ക് ബീട്രൂട്ട് കഷ്ണങ്ങൾ പൊടി പൊടിയായി ചോപ്പറിലിട്ട് മുറിച്ചെടുക്കാം. തരിതരിയായി നമുക്ക് ബീട്രൂട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ചോപ്പറിലിട്ടിട്ട് തരിതരിയായിട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടിക്കുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കടുകും ജീരകവും ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നമുക്ക് വേവിക്കാനായി ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തരിതരിയായി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. 4 മിനിറ്റ് കഴിഞ്ഞു. ബീട്രൂട്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം നന്നായി വറ്റി. ഇനി നമുക്ക് തേങ്ങ ഫൈനായി അരച്ചത് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷമേ നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. സ്പൂൺ കൊണ്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ബീട്രൂട്ടിലേക്ക് തൈര് ചേർക്കാം. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. മീഡിയം പുളിയുള്ളത് എടുത്താൽ മതി. എങ്കിലേ നമുക്ക് ആ പച്ചടിയുടെ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സായി നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കടുക് പൊട്ടിച്ചത് പച്ചടിയിലേക്ക് ചേർക്കാം.
നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.